ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഓലവായന എന്ന ആചാരത്തെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാമോ? രാത്രി 10 മണി അത്താഴ പൂജ കഴിഞ്ഞ് ഗുരുവായൂരപ്പൻ പള്ളിയറയിലേക്ക് വിശ്രമിക്കാൻ പോകുന്ന സമയമാണിത്. എന്നാൽ അതിനു മുൻപേ നൂറ്റാണ്ടുകളായി മുടങ്ങാതെ നടക്കുന്ന ഭക്തി നിർഭരമായ ഒരു ചടങ്ങുണ്ട്, ഓലവായന. ഭൂലോക വൈകുണ്ഠത്തിലെ പരമാധികാരിയായ ഗുരുവായൂരപ്പനെ അന്നത്തെ കണക്കുകൾ ബോധിപ്പിക്കുക എന്ന ചടങ്ങാണ് ഇത്. ഒരു വീടിന്റെ കാരണവർ ഉറങ്ങാൻ പോകുന്നതിനു മുൻപേ അന്നത്തെ വരവ് ചിലവ് കണക്കുകൾ ചോദിച്ചറിയുന്നതുപോലെ ഭഗവാനും തന്റെ ക്ഷേത്രത്തിലെ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണമെന്ന സങ്കല്പം. അടിയൻ അറിയിക്കുന്നു എന്ന് തുടങ്ങുന്ന വിനീതമായ ഭാഷയിൽ അന്നത്തെ വഴിപാടുകളും തുലാഭാരങ്ങളും ചിലവുകളും പാരമ്പര്യമായ കണക്കുപിള്ള ഭഗവാന് മുന്നിൽ വായിച്ചു കേൾപ്പിക്കുന്നു. ആധുനിക കാലഘട്ടത്തിലെ കമ്പ്യൂട്ടർ കണക്കുകൾക്കപ്പുറം ഈ താളിയോല കണക്കുകൾ ഭഗവാനും ഭക്തനും തമ്മിലുള്ള സുതാര്യമായ ബന്ധത്തിന്റെ പ്രതീകമാണ്. തന്റെ ഭക്തർ സമർപ്പിച്ച ഓരോ നാണയത്തുട്ടിനും ഓരോ തുളസിദളത്തിനും ഭഗവാൻ സാക്ഷിയാണെന്ന വലിയ സത്യമാണ് ഈ ഓലവായന. ആ കണക്കുകൾ കേട്ട് തൃപ്തിപ്പെട്ട് ഭഗവാൻ വിശ്രമത്തിലേക്ക് നീങ്ങുമ്പോൾ ഒരു പകൽ മുഴുവൻ നീണ്ടുനിന്ന പുണ്യകർമ്മങ്ങൾക്ക് അവിടെ പൂർണ്ണതയാകുന്നു.